സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് ദിനംപ്രതി അവിടെ ഭിക്ഷയ്ക്കിരുത്താറുണ്ട്. സ്തോത്രം. തുടക്കത്തിൽ തന്നെ ഞാൻ അങ്ങ് പറയാം, അമ്മയുടെ ഗർഭപാത്രത്തിലിട്ടും ശത്രു നിന്റെ കാലിനെയും കയ്യേയും ബന്ധിക്കാൻ അവന് കഴിവുണ്ട്. അമ്മയുടെ ഗർഭത്തിലിട്ട് തന്നെ നിന്നെ കെട്ടാനുള്ള കഴിവ് ശത്രുവിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മയുടെ ഗർഭത്തിലിട്ട് കെട്ടിയ ഒരു മനുഷ്യൻ, അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ്റെ കാല് കെട്ടപ്പെട്ടവനായി അവൻ വന്നത്. അവന് നടക്കാൻ വയ്യ. അതുകൊണ്ട് നടക്കാൻ വയ്യാത്ത മനുഷ്യനെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് ദിനംപ്രതി അവിടെ ഇരുത്തും. എന്തിനാ? ഭിക്ഷ കൊടുക്കാൻ, ഭിക്ഷ യാചിപ്പാൻ. ഇന്നിവിടെ നിന്നുകൊണ്ട് ഞാനൊരു ദൂതങ്ങ് കൈമാറാം. തുടക്കത്തിൽ തന്നെ സ്തോത്രം. ശത്രു അമ്മയുടെ ഗർഭപാത്രത്തിലിട്ട് കെട്ടാനുള്ള അധികാരം മാത്രമല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് നിന്ന് ആരോഗ്യത്തോടെ പുറത്തു വന്ന നിന്നെ പുറത്തിട്ട് കെട്ടാനുള്ള അധികാരവും ശത്രുവിനുണ്ട്. ശത്രുവിന് നിന്നെ അകത്തിട്ടും കെട്ടാൻ പറ്റും, പുറത്തിട്ടും കെട്ടാൻ പറ്റും. എന്തിനാണ് കെട്ടുന്നതെന്നറിയാമോ? നിന്നെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്റെ കയ്യേയും കാലിനെയും കെട്ടുന്നത് അത് ഗർഭത്തിലിട്ടാണെങ്കിലും പുറത്തു വന്നിട്ടാണെങ്കിലും ശത്രുവിൻ്റെ ആഗ്രഹം നിന്നെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ എന്നെ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണ്ടോടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീയും ഭിക്ഷ എടുക്കത്തക്ക തരത്തിൽ ശത്രു നിൻ്റെ സാമ്പത്തിക മേഖലയെ കെട്ടി, നിൻ്റെ ബിസിനസ്സിനെ കെട്ടി, നിൻ്റെ ആരോഗ്യത്തെ കെട്ടി ഭിക്ഷ എടുക്കുവാൻ തക്കവണ്ണം ആ പരുവത്തിലാക്കി വെച്ച ആരാണ്ടൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ കർത്താവേ സ്തോത്രം സ്തോത്രം, ഈ യൂട്യൂബ് ചാനലിൻ്റെ അകത്തോടെ മിനിസ്ട്രി കാണുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ശത്രു ഭിക്ഷ എടുപ്പിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ അകത്തുനിന്ന് കരം വെച്ച് പൊക്കിയെടുക്കുന്ന ഒരു നല്ല യേശു നമുക്കുണ്ട്. അവൻ നസ്രയത്തുകാരനായ യേശുവാണ്. അതുകൊണ്ട് നാളെ എൻ്റെ അവസ്ഥ എന്താകും? എൻ്റെ ബിസിനസ് മുഴുവൻ പൂട്ടിക്കെട്ടാൻ സമയമായി. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആവലാതിപ്പെട്ടിരിക്കുന്നു നിന്നോട് സ്വർഗം പറയുന്നു, നിനക്ക് വേണ്ടി ചില പുതുവഴികളെ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ശത്രു നിന്നെ അമ്മയുടെ ഗർഭത്തിലിട്ട് കെട്ടിയാലോ പുറത്തിട്ട് കെട്ടിയാലോ അതിനെ അഴിക്കുവാൻ ശക്തിയുള്ള ഒരു സ്വർഗത്തിലെ ഒരു തമ്പുരാൻ നമുക്കുണ്ട്. അവൻ്റെ പേര് നസ്രയനായ യേശുവെന്നാണ്. ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങൾ നല്ലതുപോലെ ചേർത്തടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക.